ഗുരുകർ ധർമാനന്ദൻ എന്ന ജനറൽ സെക്രട്ടറി സംഘത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം വന്നു. ഗുരുദേവന് വളരെയധികം വേദനകളും ദുഃഖങ്ങളും ഉണ്ടായി. ഇതിന് രണ്ട് വർഷക്കാലം വളരെവിധമായ അദ്ദേഹത്തിൻ്റെ പിണിയാളികളുമായിട്ടുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ അതിൻ്റെ എല്ലാം ഒരു സമാപ്തി കുറിച്ച ദിവസമാണ് വൃശ്ചികമാസത്തിലെ കർത്തവാവ് ദിനം. അന്ന് ചെറുകോലാശ്രമത്തിൽ വെച്ച് ഒരു മഹായോഗം നടത്തി അതെല്ലാം പറഞ്ഞു പരിഹരിച്ചു. എങ്കിൽ തന്നെയും ലോക ജനതയ്ക്ക് വേണ്ടി ഭഗവാൻ പ്രഖ്യാപിച്ചു, നാം അനുഭവിച്ച ദുഃഖം നിശ്ചയന്മാർക്കും പരമ്പരകൾക്കും ഭവിക്കാതിരിക്കാൻ സന്ധ്യാസമയം മുതൽ പ്രഭാതം വരെ ആരാധന നടത്തി ആശ്വാസത്തെ ആനന്ദത്തിൽ കണ്ടെത്തണമെന്ന് ഭഗവാൻ അറിയിച്ചു. അപ്രകാരം ഗുരുവിനിരീക്ഷന്മാരും പരമ്പരകളും ഇന്ന് ആരാധന ഇന്നത്തെ ദിവസം സന്ധ്യാസമയം 6 മണി മുതൽ ആരംഭിച്ച് നല്ല നാമസങ്കീർത്തനങ്ങളും ആനന്ദകര നാമസങ്കീർത്തനങ്ങളും നല്ല ആത്മീയ പ്രഭാഷണങ്ങളും സഭാജനങ്ങളെല്ലാം ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. നമ്മൾ എത്ര കണ്ട് ഭഗവാനെ മഹത്വപ്പെടുത്തി ആനന്ദിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ചെയ്യുന്നത് നമുക്ക് അത് അത്രയും അനുഗ്രഹപ്രദമായി തീരും എന്നുള്ളത് പരമാർത്ഥമാണ്. പക്ഷേ ഗുരുദേവൻ ആത്മബോധോദയ സംഘം എന്ന മഹത് പ്രസ്ഥാനത്തെ ഈ ആത്മലോകത്തിന് വേണ്ടി ഭഗവാൻ സ്ഥാപിച്ചു. മറ്റുള്ള അവതാരപുരുഷന്മാരെ അവതരിച്ചതുപോലെയല്ല ഭഗവാൻ അവതരിച്ചത്. ഭഗവാൻ അറിവായിട്ടാണ് അവതരിച്ചത്. അറിവെന്നത് ഗുരുവാണ്, ഗുരുവെന്നത് അറിവാണ്. അറിവായിട്ട് അവതരിച്ചിരുന്നുകൊണ്ട് അറിവുകേടാകുന്ന ഈ ലോകം, അന്ധകാരമാകുന്ന ലോകം, അഷ്ടാഹങ്കാരത്തിൽ ജീവിക്കുന്നതായ ഈ ആത്മലോകത്തെ അവനവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനവൻ്റെ ജീവിത ഭാരവും ദുഃഖവും അവനവനെ തന്നെ മനസ്സിലാക്കിയെടുക്കുന്ന അറിവാണ് ഭഗവാൻ അറിയിച്ചു തന്നത്. ഇങ്ങനെ ഈ അറിയിപ്പ് തരുമ്പോൾ ആത്മബോധം എന്ന ഈ അറിവൊരു മതമല്ല, ഇതൊരാത്മീയ സംഘടനയാണ്. എന്നാൽ ഗുരുദേവൻ പറഞ്ഞു ആത്മബോധം ഉണ്ടാകുന്നതെല്ലാം മതമാണ്. ആത്മബോധമില്ലാത്തത് മതമല്ല. ആത്മബോധം ഉണ്ടാകുന്നതും അറിവുകൊണ്ട് അറിവായി ജീവിക്കുന്ന സംഘടനകളെല്ലാം മതമാണ്. കൃത്യമായ ആത്മബോധം തന്നെ ദൈവമെന്ന് ഭഗവാൻ പ്രവർത്തനത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ആത്മബോധം എല്ലാ മതത്തിൻ്റെയും സാരാംശങ്ങളെ എടുത്ത് അതിനുള്ളിലുള്ള അറിവുകളെ ലോകത്തിലേക്ക് വെളിപ്പെടുത്തുന്നു. എല്ലാ മതങ്ങളുടെയും സാരാംശങ്ങളെ ഉൾക്കൊണ്ട് അതിൻ്റെ അറിവുകളെ ലോകത്തിലേക്ക് വെളിപ്പെടുത്തുന്ന അറിവത്രയും. ഈ അറിവുകളെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അന്ത്യയുഗത്തിൽ അവതാരമെടുത്ത മഹൽ ഗുരുവാണ് ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ. ക്രിസ്തുവായും കൃഷ്ണനായും ബുദ്ധനായും നബിയായും ശ്രീരാമനായും ശ്രീഅള്ളായായും എന്ന് വേണ്ട ഓരോ കാലഘട്ടങ്ങളിൽ ഈ മനുഷ്യരെ ഉദ്ധരിച്ചെടുത്ത് ആത്മബോധം കൊടുക്കുവാൻ താൻ അവതരിച്ചു. എങ്കിലും അതിൻ്റെ പരിപൂർണതയാണ് ഈ 4-ാം യുഗം. കലിയുഗത്തിൽ താൻ അറിവായി, സൽഗുരുവായി, ശുഭാനന്ദം ഗുരുവായി താൻ ലോകത്തിലേക്ക് പ്രദാനം ചെയ്യുന്ന അറിവുകൾ ഇത് ഗ്രഹിക്കുകയും അറിയുകയും അതിൽ കൂടി ജീവിക്കുകയും ചെയ്യുന്ന ആത്മാക്കൾക്ക് ഇന്നത്തെ ഈ പുണ്യദിനം അവരെപ്പോഴും അനുഗ്രഹമുള്ളവരായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ന് ഈ സമയം അറിയിച്ചുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം എൻ്റെ നമസ്കാരത്തെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. നമസ്കാരം.